myself looking at photos and videos that we took. I've been keeping them for so long. And with my broken heart, I see all the pictures of myself living life without you. Just feels so wrong. I want you to be here with me. I know it sounds crazy. I miss your laugh and I miss everything we used to be. And even if it is just for a while, then God, please give us the time. I can't deal with the reality. There's nothing left that I can do, 'cause my heart is just missing you. I tried everything, every way I could forget you, just so I can live my life without you. Oh, nothing is the same. It's hard for me to erase all of the memories I have with you. I want you to be here with me. I know it sounds crazy. I miss your laugh and I miss everything we used to be. And even if it is just for a while, then God, please give us the time. I can't deal with the reality. There's nothing left that I can do, 'cause my heart is just missing you. Oh, just missing you. Oh, I want you to be here with me. I know it sounds crazy. I miss your laugh and I miss everything we used to be. And even if it is just for a while, God, please give us the time. I can't deal with the reality. There's nothing left that I can do. I can't deal with the reality. There's nothing left that I can do, 'cause my heart is just missing you. Oh, 'cause my heart is just missing you. Oh, it's your smile that I miss from you. വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. വിളങ്ങും പരമമുടുണരാ പരമരുടെ
പ്രാർത്ഥന ക്ഷമിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. ഉലിയാവാൻ കാത്തിരിക്കുന്ന വാഗ്ദാനെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവിടുത്തെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആ സത്യം ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഗ്നിയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മതത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മരിച്ചവരെ നീ കർത്താപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘം നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷയരായി കബറടം ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വാർത്തിരിക്കുകയും ചെയ്യുന്ന പ്രതീക്ഷാ നിർഭരമായ ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാനുഭവത്തന്നെ സജ്ജമാക്കപ്പെടുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളെ പ്രിയപ്പെട്ട റാണി സഹോദരിയെ സ്വീകരിക്കണമേ. ഞങ്ങളെ ഞങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ കൃപയും അനുഗ്രഹവും നിരന്തരം വിശ്വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കണ്ണുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവ്, ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ ആശ്രയിച്ചു കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതിനാൽ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും ഉയർവും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും ഭാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മൃതനായുസ്സും സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ റൂഹായേ, മൃതനാം എന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തിരുവിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളെയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ അങ്ങയുടെ ത്രിത്വത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ശിവന്റെയും മരണത്തിൻ്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര,
കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഉന്നത നിർഭനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പിൻഹലമെങ്ങും പൊങ്ങിമുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവരയിങ്കൽ ചേർക്കണമീശോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. അഗാധത്തിൽ നിന്ന് ഞാൻ നിന്നെ വിളിക്കുന്നു, മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. ശിശിയവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ അർപ്പിച്ച കർത്താവേ, ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസീറാണിയെ വിളിക്കുകയും വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ശിവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ശിവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായ്, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങൾ ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയ സഹോദരിയെയും നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹങ്ങളിലും കുടുംബങ്ങളിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളെ പഠിപ്പിച്ചതിനെയോർത്ത് കർത്താവേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നറിവ് ചെയ്ത് ഉത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിന് കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഉത്ഥാനം ജീവനും ഞാനാകുന്നു എന്നറിവ് ചെയ്ത് നിത്യജീവിതത്തിന്റെ കവാടങ്ങൾ ഞങ്ങൾക്കായി തുറന്നു തന്നതിനെ കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രത്യാശയില്ലാത്തവരെ പോലെ ഞങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ മരണത്തെ ജയിച്ച് ഉത്ഥാനം ചെയ്തതിന് കർത്താവേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ലാസറിനെ ഉയർപ്പിച്ച് മറിയത്തിനും ഉത്ഥാനത്തിനുള്ള പ്രത്യാശ നൽകിയതിനെ പ്രതി കർത്താവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു.
മരണമടഞ്ഞ അങ്ങയുടെ ജീവിതകാലത്ത് ചെയ്തു പോയ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നതിനെ ഓർത്ത് കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായി കഴിയുന്ന കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും ആശ്വസിപ്പിക്കുന്നതിനെ കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നീതിമാന്മാരുടെ ആത്മാവ് കരങ്ങളിലാണ്, ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല എന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന ദൈവമേ, അയോഗ്യരും ഭാഗ്യങ്ങളുമായി ഞങ്ങൾ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഈ സഹോദരിയുടെ ആത്മാവിനെ രക്ഷയുടെ പ്രമുഖത്തേക്ക് ആനയിക്കണമേ. സ്വർഗാത്മകമായ യാത്രയിൽ വന്നുപോയ പാപങ്ങളും അപരാധങ്ങളും പുറത്ത് ഈ ദാസിയെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എനിക്ക് ലാഭമായിരുന്നു അത് അവനെയും അവന്റെ ഉദ്ധാനത്തിന്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവന്റെ സ്വന്തത്തിൽ പങ്കുചേരുന്നതിനും അവന്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. അവനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർന്നു പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കെല്ലാവരും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി മരണം വഴി നിത്യസമ്മാനത്തിന് യാത്രയായിരിക്കുന്ന ഈ സഹോദരിയെ സമർപ്പിച്ച് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. പുരുഷനരികെ നിന്ന് ശ്രദ്ധയായി സഹിച്ച പരിശുദ്ധ അമ്മയുടെ കവിതകളെ കുറിച്ച് ഈ ആളുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും വിശ്വാസ തീഷ്ണതയും പ്രത്യാശയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതകാലത്തെ സഹോദരി ആരോടെങ്കിലും ക്ഷമിക്കാതെയോ ക്ഷമയാചിക്കാതെയോ പോയിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ കരുണയാൽ അവയെല്ലാം ക്ഷമിച്ച് അങ്ങയുടെ തിരുമുഖ ദർശനം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിയുടെ വേർപാടിൽ ശൂന്യത അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെയും അങ്ങയുടെ സാന്നിധ്യത്താൽ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ അങ്ങയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാനും സത്യത്തിൽ വ്യാപരിക്കുവാനും നിത്യജീവൻ പ്രാപിക്കുവാനും ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യതയിങ്കൽ ദൈവിക ഭാഗ്യം നേടും നമ്മൾ ദൈവഗീതമാം പാലിച്ചാലേ സ്വർഗതലത്തിൽ നേടാനാവൂ സൗഭാഗ്യത്തിൻ സായുജ്യം. ജീവിതകാലം നന്മകൾ ചെയ്യാനാവുന്നെങ്കിൽ നിത്യതയിങ്കൽ ദൈവിക ഭാഗ്യം നേടും നമ്മൾ അന്തിമ ലക്ഷ്യം നേടും നേരം കൂടെ പോരും ജീവിതകാലം ചെയ്തവയെല്ലാം ഓർക്കണമെന്നും ജീവിതകാലം നന്മകൾ ചെയ്യാവുന്നെങ്കിൽ നിത്യതയെങ്കിൽ ദൈവിക ഭാഗ്യം നേടും നമ്മൾ. സംഘപ്പെടുന്നതിനെ ആസ്വദിക്കുകയും ചെയ്യുന്നു. എൻ്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷയാൽ നിന്റെ ദാസി ആശ്വസിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാടും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എൻ്റെ കർത്താവിനെ ഞാൻ പ്രവർത്തിക്കും മഹിമയോടെന്ന വിധിനാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ നല്ല കരുത്തു വലം പാകേ. ആകാശഭൂമി നിന്റേതാകുന്നു, ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ.
അവരാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാവപുത്രൻ ഭൂതായ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാവങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാകായസ്ഥിലും ഭൂമിയിലെ സ്ഥിതിർക്കനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ ും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്നും നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവ്യഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. ശബ്ദം കേൾക്കണമേ. പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. പാവമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. നിന്റെ പ്രതീക്ഷയുടെ വാഗ്ദാനത്തിലാകുന്നു. പുനരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലിൻ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആസന്നയേൽപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിപീഠ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവൻ നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. കർത്താവേ, മരിച്ചവരെ നീ കാരുണ്യപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായെ, അങ്ങയുടെ കുരിശിന്റെ അടയാളത്തോടും ദൈവത്തിന്മാരാകും പടിയോടും കൂടെ വനമേഘങ്ങളിലും പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കവണങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന കൃപ നിറഞ്ഞ ദിവസത്തിൽ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയ സഹോദരിയെയും ഒന്ന് സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും അങ്ങയുടെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും.
അവരുടെ മക്കൾ ഭൂമിയിൽ ശക്തരായിത്തീരും. സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും. അവരുടെ ഭവനങ്ങൾ സമ്പൽ സമൃദ്ധമാകും. അവരുടെ നീതി എന്നും നിലനിൽക്കും. പരമാർത്ഥ ഹൃദയർക്ക് അന്ധകാരത്തിൽ പ്രകാശം ഉദിക്കും. അപ്രകാരമുള്ളവർ ഉദാരമനസ്കരും നീതിനിഷ്ഠരുമാണ്. നീതി പ്രവർത്തിക്കുന്നവർക്ക് ഒരിക്കലും ഇളക്കം തട്ടുകയില്ല. അവരുടെ സ്മരണ എന്നും നിലനിൽക്കും. ദുർവാർത്തകളെ അവർ ഭയപ്പെടുകയില്ല. അവരുടെ ഹൃദയം അജസ്സലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ്. അവരുടെ ഹൃദയം ദൃഢതയുള്ളതായിരിക്കും. അവർ ഭയപ്പെടുകയില്ല. അവർ ശത്രുക്കളുടെ പരാജയം കാണും. അവരുടെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവർ അഭിമാനത്തോടെ ശിരസുയർത്തി നിൽക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ചവനും കുരിശിൽ അവരെ പിതാവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നവരുമായ കർത്താവേ, അങ്ങയിൽ ഞങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. അങ്ങയുടെ ഈ ദാസി ജീവിതകാലത്ത് ചെയ്തു പോയ പാപങ്ങളുടെ മാലിന്യം അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുന്നു. നിർമ്മലമായി കാണിക്കുകയായി ഇയാളെ പിതൃസന്നിധിയിൽ നിർത്തുകയും ചെയ്യണം. അങ്ങയുടെ പീഡാസഹനത്തിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ ഈ സഹോദരിയെയും പിതാവിന്റെ വലതുഭാഗത്തേക്കുവാൻ കനിവുണ്ടാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവം സുന്ദരമനരുകളാൽ ശാശ്വത ഭാഗ്യത്തിൽ നിത്യകിരീടമൊരുക്കുന്നു. ലക്ഷ്യം നേടാൻ സത്യത്തിൽ സാക്ഷ്യം ജീവിതമെന്നാളും വ്യാമോഹത്തിൻ നിഴലുകളിൽ വീടുമയങ്ങരുതൊരു നാളും വിശ്വാസത്തിൻ വീടുകളിൽ ശാശ്വത ലക്ഷ്യം നേടിടുവാൻ സ്വാർത്ഥത വിട്ടു നിരന്തരമാ സ്വർഗപദത്തിൽ നീങ്ങുകയാൽ ലോകസുഖങ്ങൾ തേടാതെ നാഗമനോഹര ദേഹം നാം തേടുന്നെങ്കിൽ സ്വർഗത്തിൽ നേടും ജീവിത സൗഭാഗ്യം. മായികമാമീ ലോകത്തിൽ മോഹപദങ്ങൾ നീക്കുക നാം നിർവൃതി സകലം നൽകിയിടും നിത്യമഹത്വം പുൽകിടുവാൻ കൈകരുമല്ലോ സമ്മാനം ജീവിതമകുടവിമോലന്യം നിസ്തുലമാകും സൗഭാഗ്യം കേവലാണല്ലോ നരജന്മം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയുടെ കർത്താവെ, കരയുന്നവനെ വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. വാഗ്ദാനങ്ങൾ പ്രതീക്ഷിച്ചതിന് ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവനും മരണത്തിന് നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേറ്റവും പ്രകൃതിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അറിയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരത്തു അലമ്പാകേ നിന്റേതാകുന്നു ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. പാപങ്ങൾ മാറ്റണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരൻ നോക്കണമേ. അവരാനന്ദിക്കും കർത്താവേ, നിശോണിതവും ദിവ്യശരീരവും അറിവോടെ
ഉൾക്കൊണ്ടവരാം നിസ്തുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവിടെ ആരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവപുത്രൻ രൂഹായേ മൃതനാം എന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തെളിവായ എന്നുടെ നാദാനിൻ തിരുമഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിച്ച് നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മാറ്റുകളെ ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിനും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഉന്നത നൃപനാം മിശിഹാനാഥ, എല്ലാരും മിന്നി വിളങ്ങും വചനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം ഊർജിതമല്ലോ. അന്ത്യവേഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയെങ്കൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്നും നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, ആരാധന ഞാൻ വിളിക്കുന്നു. കർത്താവേ, നിന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവേ, ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കുതിരയാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ നിന്റെ പാപങ്ങളിൽ നിന്ന് അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ദാസനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതി വിധി ദിവസങ്ങളിൽ ദാസിയെ വിളിക്കും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറക്കുന്നവനും കരുണം നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെ മരണത്തെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കാരുണ്യപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. അവസാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പ്രിയമുള്ളവരെ, ഫ്രാൻസിസിന്റെ നിര്യാണത്തിൽ കാൽവരി സമൂഹം ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഓരോരുത്തരോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. അറിയാം, ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പലവരും മാറി മാറി പ്രാർത്ഥിക്കുവാനായിട്ട് പലപ്പോഴും പല ദിവസങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ തമ്പുരാൻ്റെ സന്നിധിയിൽ നിത്യസമ്മാനത്തിന് അർഹനായി തീർക്കുവാനായിട്ട് സാധിക്കുമെന്ന് നമ്മുടെ വിശ്വാസം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു.
തീർച്ചയായിട്ടും വിൻസെൻ്റ് ചേട്ടനോടും റാണി ചേച്ചിയുടെ അവരുടെ 3 മക്കളോടൊപ്പം തന്നെ ജോർജ് ചേട്ടനും മക്കളുടെ ചേച്ചിമാരും പെണ്ണുമാരും എല്ലാവരും, പ്രത്യേകിച്ച് ഇവർ 2 പേരും ഞങ്ങളുടെ ഇന്നും മലാവിയിലെ ഞങ്ങളുടെ മിഷൻ പ്രദേശങ്ങളിലുള്ള അച്ഛന്മാർ പ്രത്യേകമായിട്ട് പ്രാർത്ഥന സന്ദേശം കൊടുത്തുവിട്ടിട്ടുണ്ട്. അവിടെ ഉള്ള പല കുടുംബങ്ങളിലും പല കുട്ടികളെ പഠിപ്പിക്കുവാനും അവിടുത്തെ മിഷൻ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാനും ഇവരൊരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അതെല്ലാം നന്ദിയോടെ ഈ നിമിഷം അവർ ഓർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യ നിര്യാണത്തിലും ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടിയിട്ടായിട്ട് ഈ സമയം അവരും സഹോദരന്മാർ മലാവിയിലുള്ള ആഫ്രിക്കയിലുള്ള മലാവിയിലുള്ള സ്ഥലങ്ങളിൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പ്രത്യേകമായിട്ട് എന്നെ വിളിച്ച് പറയുവാനായിട്ട് അവരാവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പ്രാർത്ഥന സഹായം ശക്തി നൽകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി ഉണ്ടാകട്ടെ. സകലത്തിൻ്റെയും നാഥനും ദൈവമായ മിശിഹായെ, നിന്റെ പുരുഷനടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുകയും സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷരായി കപ്പലിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന വിധി ദിവസത്തിൽ നിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എന്നേക്കും. ചേച്ചിയുടെ ആത്മശാന്തിക്കായിട്ട് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം.
പരിശീലിപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ കരുണയുള്ള കർത്താവേ കരയുന്നവർ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നതിന്റെ വാഗ്ദാന പ്രതീക്ഷയാൽ നിന്റെ ദാസിയുടെ ആത്മാവിനെ നീ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും എന്റെ കർത്താവ് നീ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ല പുറത്തു വലമ്പാകെ പരിശുദ്ധാത്മാവിന് മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മകുനതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. എല്ലാം കാണുന്നു പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുന്നുണ്ട്. ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ദൃത്യത്തിനല്ലേ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ നീ ആകാശത്തിലെ ഭൂമിയിലെ സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണമാത്മാവിന്റെ പ്രത്യാശ നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കൈകൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമുടെ ദാസൻ ജയ്യൻ ബലിയന്നാഥ തിരുസന്നിധിയിൽ. വിശ്വാസമുടെ ദാസൻ ചെയ്യും തിരുസന്നിധിയിൽ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ അഗാധത്തിൽ ഞാൻ അങ്ങയെ വിളിക്കുന്നു. കർത്താവേ നീ ശബ്ദം കേൾക്കണമേ. പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ എന്തുകൊണ്ടെന്നാൽ പാപമോചനം എന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവേ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ മുഴുവനോടുത്ത വാഗ്ദാനത്തിലാകുന്നു. അറിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. രക്ഷയും അടുത്ത പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവൻ ജീവദായകമായ ശബ്ദത്താൽ ആശ്രയിപ്പിച്ച കർത്താവേ ആശ്രമനീയമായ ദിവസത്തിൽ നിന്റെ ദാസേ റാണിയെ വിളിക്കുകയും നിന്റെ പ്രതിപാദനത്തെയും ചേട്ടെ പാവങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞ നീതിമാനുമാവിധി കർത്താവ് ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മരിച്ച നീ കരുണാപുരം ചെയ്യിപ്പിക്കണമേ. ജീവിക്കുന്നതിനാ ഞങ്ങളുടെ ദയാപുരം പരിപാലിക്കണമേ. താനും പ്രതീക്ഷിച്ച് മന്നമടഞ്ഞവരെ നീ മഹിമയോട് ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സ്ഥലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായുടെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ കമ്പടിയോടും കൂടെ മേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗ്ഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഓർക്കുകയും ദുഷ്ടങ്ങൾ നീതിമാന്മാരെ വർദ്ധിക്കുകയും ചെയ്യുന്ന ഭയാനകമായ ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുത്തവർക്കായി ലോകാരംഭം മുതൽ തന്നെ സജ്ജമാക്കുന്ന സ്വർഗ്ഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയ സഹോദരാത്മാവിനെ നീ സ്വീകരിച്ചനയിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിന്മേൽ നിന്റെ കൃപയും അനുഗ്രഹ നിരന്തരം വസിക്കുമാറാകട്ടെ. എപ്പോഴും എപ്പോഴും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ ഏറെ പ്രിയമുള്ള വികാരിച്ച പ്രിയമുള്ള നോബിളച്ച ഏറ്റവും സ്നേഹം നിറഞ്ഞ വിൻസെൻ്റേട്ട, പ്രിയപ്പെട്ട മാതാവിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ, അമ്മച്ചിയുടെ ശുശ്രൂഷകളൊക്കെ ഇവിടെ ശാരീരികമായിട്ട് അടുത്തിരുന്ന് കാണുവാനോ പ്രാർത്ഥിക്കുവാനോ സാധിക്കാത്ത രീതിയിൽ ദുഃഖാർത്തരായി ലിവർപൂളിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, ലോകം മുഴുവൻ കോവിഡ് എന്ന വൈറസ് ബാധയുടെ വലിയ ആഘാതത്തിൽ
2 ലക്ഷത്തിലധികം മനുഷ്യരെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. മരണത്തിൻ്റെ ഭീതി അത് നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമുക്കറിയാം. ഈശോ പറയുന്നു, നീ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി നടക്കുകയാണെങ്കിലും നിനക്ക് ഞാൻ ആശ്വാസമേകും എന്നുള്ളതാണ് ഈശോയുടെ വചനത്തിൻ്റെ പ്രത്യേകത. റാണി ചേച്ചിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുക, ചിന്തകൾ മുഴുവൻ ലിവർപൂളിലേക്ക് പോവുകയാണ്. അവിടെ എല്ലാ ഞായറാഴ്ചയും പരിശുദ്ധ കുർബാന ഉച്ചതിരിഞ്ഞ് 3:30-ക്കാണ്. ആ കുർബാനയ്ക്ക് താൻ തന്നെ അധ്വാനിച്ച് നട്ടുവളർത്തിയ കുറേയധികം പൂക്കളൊക്കെ ആയിട്ടാണ് മാസത്തിലൊരിക്കൽ കുർബാനയ്ക്ക് ഏറെ സ്നേഹത്തോടെ കാണിച്ചേച്ച് വരിക. അത്രയധികം സ്നേഹം ഈശോയോട് കാണിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. സെൻ്റേറിനോടും അതുപോലെ നല്ലൊരു ഭാര്യയായി, നല്ലൊരു അമ്മച്ചിയായി, മക്കൾക്ക് നല്ലൊരു അമ്മച്ചിയായി, ഇടവയിൽ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം കരുതുന്ന ഒരു പ്രകൃതമായിരുന്നു റാണി ചേച്ചിയുടേത്. എല്ലാവരുടെ സ്നേഹം. ആൾ ജോലി ചെയ്യുന്ന ആ വാർഡിലും സഹപ്രവർത്തകർക്കും ഒക്കെ ഏറെ സ്നേഹമാണ് ചേച്ചിയുടെ സാന്നിധ്യം. ഞങ്ങൾ നോബിളച്ചനും ഞാനും ഒക്കെ അവിടെ ജോലി ചെയ്തവരാണ്. അച്ഛന്മാരുടെ വലിയ കരുതലായിരുന്നു. ഈശോയുടെ പ്രതിപുരുഷന്മാരായിട്ട് തന്നെയാണ് അവരെ കരുതുക. മിക്കപ്പോഴും ഭക്ഷണത്തിനൊക്കെ ക്ഷണിക്കുക. അങ്ങനെ ഒത്തിരിയേറെ മറ്റുള്ളവരോട് സ്നേഹവും വാത്സല്യമൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ പിരിഞ്ഞു പോകും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. മരണം പ്രത്യേകമായ രീതിയിലാണ് ചേച്ചിയെ സമീപിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നല്ല തോട്ടത്തിലെ പുഷ്പങ്ങളൊക്കെ നമ്മളൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഗവൺമെൻറ്റും മറ്റ് അധികൃതരൊക്കെ പറയുന്നത് പച്ചക്കറികൾ നട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ തോട്ടം വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മുടെ കഷ്ടപ്പെട്ട തോട്ടത്തിൽ ചില പുഷ്പങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് അതിലെ പുഷ്പങ്ങളൊക്കെ വിരിഞ്ഞു തുടങ്ങുമ്പോഴായിരിക്കും പെട്ടെന്ന് നമ്മൾ ആഗ്രഹിക്കാത്തൊരു സമയത്ത് ഒരു പുഴുക്കുത്തുണ്ടാവുക. പെട്ടെന്ന് ആ ചെടികൾക്ക് ക്ഷതം സംഭവിക്കുന്നു. അങ്ങനെയൊക്കെ നമുക്ക് വരുമ്പോൾ ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞതുപോലെ ഈ അകാലത്തിൽ റാണി ചേച്ചി ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് വലിയ സങ്കടം, മനസ്സിന് വലിയൊരു ദുഃഖം അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ നിറഞ്ഞ ഒരു പുഞ്ചിരിയോടുകൂടിയാണ് ചേച്ചി യാത്രയാവുക. ഈശോയുടെ സഹനങ്ങളെല്ലാം തൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി എന്ന് പറയാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞൊരു വർഷമായിട്ട് പ്രത്യേകിച്ച് ഈ അവസാന മാസങ്ങളിൽ കഠിനമായിട്ടുള്ള വേദനകളിലൂടെ കടന്നുപോയി. ഞാൻ ഈ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഇവിടെ വന്നപ്പോൾ വിൻസെൻ്റേട്ടൻ പറഞ്ഞത്, റൂമിൽ കയറി ചേച്ചിയുടെ സഹനങ്ങൾ കണ്ടു നിൽക്കാൻ സാധിക്കാതെ പുറത്തു നിന്ന് കരയുന്ന അവസ്ഥയാണെന്ന് അദ്ദേഹം എന്നോട് പങ്കുവച്ചു. അത്രയധികം പീഡാസഹനത്തിലൂടെ, ശാരീരികമായിട്ടുള്ള പീഡകളിലൂടെ ചേച്ചി കടന്നുപോയി. പക്ഷെ അതെല്ലാം ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് ഞാൻ എൻ്റെ നാഥനോടൊത്ത് സഹിക്കും എന്നുള്ള വലിയ ഒരു ആ ദൈവവചനം കൂടെ പിടിച്ച് പ്രാർത്ഥിച്ചും മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾ ഒക്കെ നേടിയും അങ്ങനെ ശാന്തമായിട്ടാണ് ഈശോയുടെ കൂടെ യാത്രയാവുക. തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പുണ്ട്, ചേച്ചി മാലാഖമാരുടെ സവിധത്തിൽ അതുപോലെ സകല വിശുദ്ധരുടെ സാന്നിധ്യത്തിലൊക്കെ സ്വർഗീയ സവിധത്തിൽ ഈ ആത്മാവ് ചെന്ന് പ്രവേശിക്കും എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. കാരണം അത്രയും നിഷ്കളങ്കമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു റാണി ചേച്ചി. പ്രിയമുള്ളവരെ, ഈ അവസരത്തിൽ ചേച്ചി വേർപിരിഞ്ഞ് പോകുമ്പോൾ, ശാരീരികമായിട്ട് വേർപിരിഞ്ഞ് പോകുമ്പോഴൊക്കെ ഈ കുടുംബത്തിന് വലിയ ദുഃഖമുണ്ട്. വല്ലാത്തൊരു സാഹചര്യമാണ്. തങ്ങളെ ജനിപ്പിച്ച പ്രിയപ്പെട്ട മാതാവ് അരികിലില്ലാത്ത മാത്രമല്ല, ഇനിയൊരിക്കലും തിരിച്ചു വരാനാവാത്ത രീതിയിൽ ശാരീരികമായിട്ട് വേർപിരിഞ്ഞ് പോകുമ്പോൾ ഞാൻ വീഡിയോയിൽ മകളെ കണ്ടിരുന്നു. അവർക്കൊക്കെ വലിയ സങ്കടമാണ്. അതെങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ നമുക്കറിയില്ല. അത്രമാത്രം അവർ ദുഃഖിതരാണ്. എങ്കിലും അവരുടെ ഹൃദയങ്ങളെ ഈശോ സമാശ്വസിപ്പിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ ജീവിതത്തിൽ എന്തെങ്കിലും കൊച്ചു കൊച്ചു വീഴ്ചകൾ, പരാജയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയാപരനായ കർത്താവ്, കാരുണ്യവാരിയായ കർത്താവ് ഈ മകളോട് ഇതെല്ലാം പുറത്ത് സ്വർഗീയ സവിധത്തിലേക്ക് ഈ ആത്മാവിനെ കൂട്ടിച്ചേർക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സഭയുടെ നാമത്തിൽ, ഇവിടെ കൂടിയിരിക്കുന്ന വൈദികരുടെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പ്രിയമുള്ള സെൻ്റേട്ടനും അതുപോലെ സഹോദരങ്ങൾക്കും ജീവിതങ്ങൾക്കൊക്കെ അനുശോചനങ്ങൾ അർപ്പിക്കുകയാണ്. ഈശോ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രത്യേകിച്ച് ഈ മകളെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷകൾ ആരംഭിക്കും. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി കണ്ണീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വഗതദ്രവ്യങ്ങളുടെയും പരിമളസസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനങ്ങളുടെ നിഷ്പാമോചനത്തിനുമായി ചന്ദ്രകൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും ഞങ്ങളുടെ
അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മകനെയും ആത്മീയത്തിന് നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വൈദ്യുതി പുഷ്പം പോലെ വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ നിന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ആനന്ദത്തോട് വാണിടുവാൻ ദാസിക്കും മനമിന്നരുളേണം. വലിയവനും സജീവമാകുന്നു. ശരണം നീയല്ലോ. ലോകം രക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. പൗലോസിൻ തിരുവാക്യങ്ങൾ മർത്യത പുണരുന്നു. ക്ഷയമുള്ളോ രക്ഷയനാകും. മർത്യത ഏവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. അവരെ സ്വീകരിക്കുന്നു. അമ്പരവീതിയിലഖിലേശൻ വിശികാരാജനെടുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയാതിരും. ആനന്ദത്തിൻ മണിയറയിൽ സ്ഥിരമായി വാണിടും അവരെല്ലാം. പരിശുദ്ധാത്മാവിന്റെ സ്തുതി. കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വാസത്തിന്റെ പിതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. മഹിമയോടന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരൊത്തു വലമ്പാകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. സഹോദര വിശുദ്ധ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എൻ്റെ സഹോദരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപേ കടക്കുകയില്ലെന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും.
മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിശ്വംസിഹായുടെ പരിശുദ്ധ സുവിശേഷം 5-ാം 24 മുതൽ വാക്യങ്ങൾ. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടമായ പിതാവ് എൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവനെ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരും. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരുന്നു. എല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ആത്മാവിനോട് അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും മധുരമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ നിന്റെ കൽപ്പനയായ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ ഈ ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന്റെ അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ അറിയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായെ ഈ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസപ്രമാണം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിനാൽ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആകാശത്തിലും ഭൂമിയിലും സുസ്ഥിരനാണ് ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അന്നൊരു ദിവസം മർത്താമറിയം ചുടുകണ്ണീരം വീഴ്ത്തിയിരുന്നു. മർത്താമറിയം ചുടുകണ്ണീരം മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവേർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ
കണ്ണുകൾ താണു സോദരിമാരാം മറിയം ചുടുകണ്ണീരും വീട്ടിലിരുന്നു. ജീവനുയരും ഞാനാകുന്നു കരയിൽ ദേവം കരുണയുടന്തികമാർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. മറിയം ചുടുകണ്ണീരും വീട്ടിലിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന ആനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതീയനിക്കായി നൽകിയ അവസരേ പരമാനന്ദം എല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം കഴിവില്ലാതോരൻ പാപിടമേ സഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ കളയട്ടെ ഞാൻ അന്തിമയാത്ര. സഹജന്മാരെ സ്നേഹിതരണമേ യാത്രയിലാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം വിശിഹാനാഥൻ പ്രതിഫലമേകും. കർത്താവേ, സ്തോത്രത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കണ്ണീരിലും അങ്ങേ കാരുണ്യം തേടുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിനു സ്തുതി. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ, പിരിയാം ഇപ്പോൾ കാണാം അവിടെ.
ജീവന്റെ നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം കൊടുക്കേണ്ടേ കബറിടം അങ്ങ് പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സ്വഭാകണ്ഠനെ നീ തെളിക്കണമേ. ഞാൻ നിർമ്മലനാകും. ഇതിലെന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നരുൾ ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കിൽ നിന്നെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. സംഗീതം നിന്നെ വിളിക്കട്ടെ. ഭക്തലമറിയമണിഞ്ഞൊരുവൻ മഹിമോദിയോടെ വിശിഹാകർത്താവിൻ ദാസീനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. ഭക്തലമറിയമണിഞ്ഞൊരുവൻ മഹിമോദിയോടെ നിർമ്മല ശരീരകളാം സാറായേലീശ്വാം മർത്തയോടും കൂടെ കടശീലുത്താനം നിതരാം കനിവാർ അരുളട്ടെ കർത്താവഖിലേശൻ. നിന്നെ വിളിക്കട്ടെ. മക്കളമറിയമണിഞ്ഞൊരുവൻ മഹിമോദിയോടെ ഹൃദയോത്തിനിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ, മരണമുറക്കം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാട്ടരുതടക്കുന്ന മാൻപട വില കർത്താവ് നിന്നെ തേടി വിളിക്കുന്നു. മരിച്ചവരുടെ രാസ്വതി പ്രാർത്ഥിക്കാം. സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്തിലാസനീയപ്പിച്ച് കർത്താവ് ആ ശബ്ദമഹിനീയമായ നീതിവിധ ദിവസത്തിൽ നിന്റെ ഈ പ്രിയ ദാസ്യറാണിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോട് ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർവും മഹനീയമായ നിത്യജീവനും നൽകിയ സ്വർഗരാജ്യമാകുന്ന ഓരസ്ഥലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും
ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. പ്രിയമോടെന്നെ ഓർത്തിടണമേ, പ്രിയമോടെന്നെ ഓർത്തിടണമേ. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ, പ്രിയമോടെന്നെ ഓർത്തിടണമേ. Miss your voice, miss your smile, everything about you worth the while. Always wondering where you are. I hope you're with us, near or far. Many questions unanswered, I guess we'll never know. But now you belong to heaven. It's empty without your smile. The truth brings us to tears. All the love you gave us all these years. Always seeing you at night, when I turn off the light and the world's asleep. In my heart you'll always stay. We'll never forget you, you'll never fade away. I'll
truth brings us to tears. Oh, the love you gave us all these years. And I wonder what will be the first I say if I meet you again one day. And I'm hoping you'll remember my name if I see you again. But now you belong to heaven. It's empty without your smile. The truth brings us to tears. Oh, the love you gave us all these years. It's empty without your smile. The truth brings us to tears. Oh, the love you gave us all these years. Oh, the love you gave us all these years. വേറെ റൂമിലോട്ട് മാറ്റിയിട്ട് അവളോടൊക്കെ ഇന്ന് എഴുതുന്ന നോട്ടൊക്കെ എഴുതുന്ന റൂമാണ്. നീ ഇപ്പം എനിക്കറിയാം ഇപ്പം ലൈറ്റ് നോക്കി കിടക്കണം എന്നുണ്ട്. ഇതിനകത്ത് അത് പറ്റില്ല. ഇതിനകത്ത് എപ്പോഴും ലൈറ്റ് ഒക്കെ വെക്കാൻ പറ്റില്ല.